അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചെറിയ ഒരു അധ്യായമാണ്. സൂറത്തുൽ അസ്ർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. കാലം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ വെച്ച് സത്യം ചെയ്യാം എന്ന് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. മനുഷ്യർക്ക് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനെ പിടിച്ചിട്ടല്ലാതെ സത്യം ചെയ്യുന്നത് മഹാ അപരാധമാണ്, ശിർക്കാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്തത് മനുഷ്യരെ ആ കാര്യത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ അതിൻ്റെ ഭയാനകത ബോധിപ്പിക്കാനാണ്. കാലം തന്നെയാണ് സത്യം എന്ന് പറയുമ്പോൾ ഏതൊരു കാലഘട്ടത്തിലെയും പരമയഥാർത്ഥ്യം, കാലം എത്ര മാറി വന്നാലും മാറിപ്പോകാത്ത എന്നെന്നും നിലനിൽക്കുന്ന ഒരു ജീവിത യാഥാർത്ഥ്യം ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യവർഗം നഷ്ടത്തിലാണ്. മനുഷ്യവർഗം ചിന്തിക്കുന്നത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, നഷ്ടത്തിലാവാതിരിക്കണമെങ്കിൽ അധികാരം വേണം, സമ്പത്ത് വേണം, സൈന്യങ്ങൾ വേണം, ശക്തി വേണം. ഇതൊക്കെയാണ് നഷ്ടപ്പെടാത്ത ഭൗതിക ജീവിതത്തിനെ ആഗ്രഹിക്കുന്നവർ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു പറയുന്നത് എല്ലാം ഉണ്ടായാലും അതൊന്നും ഉപകാരപ്പെടാത്ത ഒരു നഷ്ടം മനുഷ്യന് വരാനിരിക്കുന്നുണ്ട്. ആ നഷ്ടം നികത്തപ്പെടണമെങ്കിൽ, ആ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ 4 കാര്യം ശ്രദ്ധിക്കണം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യ സമൂഹം, മനുഷ്യവർഗം നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ. യഥാർത്ഥമായി വിശ്വസിക്കണം ഈ സൃഷ്ടാവ്, ഈ പ്രപഞ്ച സൃഷ്ടാവിനെ, അവൻ്റെ സൃഷ്ടി യാഥാർത്ഥ്യങ്ങളെ അവൻ വിശ്വസിക്കാൻ വേണ്ടി പലതും നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അവനയച്ച പ്രവാചകന്മാരെ, അവനയച്ച വേദഗ്രന്ഥങ്ങളെ. ഈ പ്രപഞ്ചം അള്ളാഹു ചില സൃഷ്ടികളിൽ കൂടി, മലക്കുകളുടെ കൈകളിൽ കൂടിയാണ് ഈ പ്രപഞ്ചത്തെ അള്ളാഹു നിയന്ത്രിക്കുന്നത്. ആ മലക്കുകളെ, ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്ന കാര്യത്തെ, അള്ളാഹുവിൻ്റെ തീരുമാനമല്ലാതെ മറ്റൊന്നും ഇവിടെ നടക്കുകയില്ല എന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ മനുഷ്യൻ അംഗീകരിക്കണം. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ. വിശ്വസിക്കേണ്ട കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് അതടിസ്ഥാനത്തിൽ ഒരു ജീവിതത്തെ ക്രമപ്പെടുത്തിയവനല്ലാതെ. അതാണ് വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവനുമല്ലാതെ. വിശ്വാസം മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല. അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു, അവർ മുഖേന വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യതലമുറയെ. അത് അതിനെ നിയന്ത്രിക്കുന്ന മലക്കുകളിൽ കൂടിയാണ് അള്ളാഹു തആല വേദഗ്രന്ഥം ഇറക്കിക്കൊടുത്തത്. മലക്കുകളാണ് പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അവസാനമായി നടപ്പിൽ വരിക. അതൊക്കെ മനസ്സിൽ കരുതിയാൽ പോരാ. അതിനനുസരിച്ച് അമല് വേണം, കർമ്മങ്ങൾ വേണം. ജീവിതത്തിൻ്റെ ചെറിയതും വലുതുമായ കർമ്മങ്ങൾ വിശ്വാസത്തിനനുസരിച്ച് ക്രമപ്പെടുത്തണം. അതുകൊണ്ടാണ് ഖുർആനിൽ ഈമാൻ എവിടെയുണ്ടോ അവിടെ കർമ്മമുണ്ട്. കർമ്മമില്ലാത്ത ഈമാനില്ല. ഈമാനില്ലാത്ത കർമ്മം കൊണ്ടും കർമ്മമില്ലാത്ത ഈമാൻ കൊണ്ടും പ്രത്യേകം ഗുണമൊന്നും കിട്ടുകയില്ല. അതുകൊണ്ട് ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. എന്തെങ്കിലും ചെയ്താൽ പോരാ. വിശ്വാസത്തിൻ്റെ പേരിൽ അള്ളാഹുവിനാണെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ മതത്തിൻ്റെ കർമ്മങ്ങളാണെന്ന് വിചാരിച്ച്, പരലോക രക്ഷ കിട്ടുമെന്ന് വിചാരിച്ച് എന്തെങ്കിലും ചെയ്താൽ പോരാ. സാലിഹായിരിക്കണം, നല്ലതായിരിക്കണം. ഒരു കർമ്മം നന്നാവണമെങ്കിൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. അതുകൊണ്ടാണ് ബിദ്അത്തുകൾ. അള്ളാഹുവിൻ്റെ പേരിലാണ് മനുഷ്യൻ അനാചാരങ്ങൾ ചെയ്യുന്നത്. ആ അനാചാരങ്ങളൊന്നും അള്ളാഹു പ്രതിഫലം നൽകുന്നതല്ല, അള്ളാഹു പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് സാലിഹല്ല.
വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ച ആളുകൾ. അങ്ങനെ വെറും താൻ വിശ്വാസത്തിലും കർമ്മത്തിലും ശുദ്ധനായാൽ പോരാ, തൻ്റെ സഹജീവികൾ, തൻ്റെ മക്കൾ, തൻ്റെ കുടുംബങ്ങൾ, തൻ്റെ സുഹൃത്തുക്കൾ, സഹജീവികൾ, തൻ്റെ സമൂഹം, അതാണ് വതവാസൗ ബിൽ ഹഖ്, സത്യമായിട്ടുള്ളതിനെ പരസ്പരം ഉപദേശിക്കുന്നവർ. അതിന് പ്രത്യേകമായ ഒരു തസ്തിക, സത്യോപദേശം നൽകുന്ന ആളുകൾ, പ്രഭാഷകന്മാർ, അതൊരു തസ്തികയല്ല. എല്ലാവർക്കും സത്യം ഉപദേശിക്കാൻ ബാധ്യതയുണ്ട്. ആ ബാധ്യത അവൻ നിർവഹിക്കണം, സാന്ദർഭികമായി സന്ദർഭത്തിനനുസരിച്ച്. വതവാസൗ ബിസ്സബ്ർ, അങ്ങനെ വിശ്വാസവും സൽക്കർമ്മങ്ങളും അനുഷ്ഠിച്ച് നല്ലതൊക്കെ ജനങ്ങളെ കഴിയും വിധം ഉപദേശിച്ച് ജീവിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പലതും നഷ്ടപ്പെടേണ്ടി വരും, പല ആഗ്രഹങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അവിടെയൊക്കെ വതവാസൗ ബിസ്സബ്ർ, ക്ഷമിക്കാൻ വേണ്ടി പരസ്പരം ഉപദേശിക്കുക. ശ്രമിച്ചാൽ മാത്രം പോരാ, ക്ഷമിക്കണം, അതിജീവിക്കണം. എല്ലാ തിന്മകളെയും, എല്ലാ പ്രയാസങ്ങളെയും, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും ക്ഷമിച്ചുകൊണ്ട് വേണം വിശ്വാസപരമായ കർമ്മപരമായ വിശുദ്ധി നേടാൻ എന്ന ആ ഒരു സന്ദേശം സ്വയം ഉൾക്കൊള്ളുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്ന 4 കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കാതെ എന്ത് ഭൗതികമായ നേട്ടങ്ങളുണ്ടെങ്കിലും കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു, മനുഷ്യ ചരിത്രം സാക്ഷിയാണ്, മനുഷ്യർ രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നാം ഭൗതിക കാര്യങ്ങളിൽ മാത്രം വ്യാപൃതരാവാതെ, അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കാതെ, ഈ 4 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ രക്ഷാമാർഗമെന്ന് വിശ്വസിക്കുക, എന്ന് വിചാരിക്കുക, അത് ഉൾക്കൊള്ളുക. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടത്തിലാണ്. ഈ വലിയ ഉത്കൃഷ്ടമായ ഈ മനുഷ്യ ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.